ദയവേത് തട്ടിമാറ്റി കളയരുത്. 2.5 വയസ്സുള്ള കുഞ്ഞാണ്. ഈ കുഞ്ഞിന് തലച്ചോറിന് വളർച്ചയില്ല, അതേടെ തന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ട്, സംസാരിക്കത്തില്ല, ചെവി കേൾക്കത്തില്ല, കാഴ്ചശക്തിക്ക് പ്രശ്നമുണ്ട്, കുടലിന് പ്രശ്നമുണ്ട്. ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ദയവേത് നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങളൊന്ന് സഹായിക്കണം. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതിതുച്ഛമായ പൈസ കിട്ടിയത് കൊണ്ട് ഈ കുഞ്ഞിന് ഹിയറിംഗ് എയ്ഡ് വെക്കാൻ സാധിച്ചു. പക്ഷെ ഒരു മാറ്റമില്ല. ഹിയറിംഗ് എയ്ഡ് വെച്ച് മാറ്റമില്ലാത്തതുകൊണ്ട് എമർജൻസി ആയിട്ട് ഈ കുഞ്ഞിന്റെ 2 ചെവിയും സർജറി ചെയ്താൽ മാത്രമേ കേൾവി ശക്തി വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ചേച്ചി എന്ത് പേരെന്തോ? കസ്തൂരി. കുഞ്ഞിന് എത്ര വയസ്സുണ്ട് ഇപ്പൊ? 2.5 വയസ്സ് കഴിഞ്ഞ് ഇപ്പൊ 4 മാസത്തിനുള്ളിൽ 3 വയസ്സാകും. എന്തൊക്കെ അസുഖങ്ങളുള്ളത്? മോൾക്ക് ഇപ്പൊ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മനെ മോൾക്ക് ഹാർട്ടിന്റെ വാൽവിന് പ്രശ്നമുണ്ട്. വാൽവ് ചുരുങ്ങിയിരിക്കുക. പിന്നെ 2 കണ്ണിനും കാഴ്ചക്കുറവുണ്ട്. പിന്നെ 2 ചെവിക്കും കേൾവിയില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുടലിനും പ്രശ്നമാണ്. പിന്നെ നമ്മളിപ്പോൾ തലച്ചോറിനും കുഞ്ഞിനും ബുദ്ധി വളർച്ച കുറവാണ്. അപ്പം നമ്മൾ ഇത്രയും പ്രശ്നങ്ങളും കൊണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പൊക്കോണ്ടിരിക്കുക. അപ്പം മോക്കിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അർജന്റായിട്ട് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓപ്പറേഷൻ ഇപ്പം നല്ലൊരു എമൗണ്ട് ആവും എന്നാണ് പറയുന്നത്. വേറെ ആരുമില്ല സഹായിക്കാനായിട്ട്. നമ്മളും സാമ്പത്തികമായിട്ട് നമ്മൾ പിന്നോക്കമുള്ള ആൾക്കാരാണ്. അപ്പം മനസ്സുള്ളവർ സഹായിക്കണം. സഹായിച്ചിട്ടുണ്ട് എങ്കിലും കഴിയും ഞങ്ങൾക്ക് എല്ലാവരുടെയും ഒരു സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുക. എന്നുവെച്ചാല് എന്ത് ചെയ്യും? 3 വയസ്സാണെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് കാണും തോറും വിഷമമാണ്. 2-2.5 വയസ്സെന്ന് പറയുമ്പോൾ ആളില്ല. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു വല്ലതും കഴിച്ചാലും ബാത്റൂം പോകുമ്പോൾ ചോര കരഞ്ഞും നിലയും വിളിച്ചു എൻ്റെ കുഞ്ഞു ബാത്റൂം പോകാൻ 100,000 അസുഖം. കുഞ്ഞായിപ്പോയില്ല. ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ല. ഇപ്പം തലച്ചോറിന് പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ മരുന്നാണ് ഈ കുഞ്ഞിന് കൊടുക്കുന്നത്. ഈ ഒരു കുപ്പി ഒരു മാസം ഏകദേശം നിൽക്കത്തുള്ളൂ. 1525 രൂപ വില വരുന്ന മരുന്നാണ്. ഈ മരുന്നെങ്കിലും ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ കുഞ്ഞിന് ദയവേത് നിങ്ങൾ മേടിച്ചു കൊടുക്കണം. അതിനൊക്കെ തന്നെ കുടലിന് പ്രശ്നം. കുഞ്ഞിന് മലമല്ലായിരുന്നു പോകുന്നത്, ചോരയായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബാത്റൂമിൽ പോകുമ്പോൾ. അതിനുവേണ്ടി കുഞ്ഞിനിപ്പോൾ ഈ മരുന്ന് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതിനും 100-300-400 രൂപ വില വരുന്നതാണ്. ഇവർക്ക് ഒരു രീതിയിലും നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്. ഈ പൊന്നു മോക്ക് ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. പറ്റുന്നത് നിങ്ങളെ ഉള്ളത് അതിനൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. എല്ലാവരും ഈ വീഡിയോ പറ്റുന്നത് പോലെ സ്റ്റോറി വെക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് 1 രൂപ ഉള്ളെങ്കിൽ 1 രൂപ കുഴപ്പമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ സഹായിക്കുകയും വേണം. കാരണം അത്ര അവസ്ഥ ഇല്ലാത്ത അസുഖമില്ല ഈ കുഞ്ഞിന്. ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു കുഞ്ഞാണ്. ഇനിയും മുന്നോട്ട് ഈ കുഞ്ഞ് നല്ല രീതിയിൽ സന്തോഷിച്ച് ജീവിക്കണം നമുക്ക് ആഗ്രഹം. നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടി. ഏത് പറ്റുന്നത് പോലെ നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.